എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10th ചാപ്റ്റർ 11 ഗദ്യത്തിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഭാഷാ അധ്യയനമാണ് പഠിക്കുന്നത്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാക്യക്കെ ഭേദാണ്. അപ്പോൾ വാക്യക്കെ ഭേദ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങളുടെ ചാപ്റ്ററിലെ ബുക്കിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ആദ്യം വാക്യക്കെ ഭേദ് രചനാക്കെ ആധാർ പർ, അതാണ് നിങ്ങളുടെ ബുക്കിലുള്ള ക്വസ്റ്റ്യനും. അപ്പോൾ വാക്യം എന്താണെന്ന് നോക്കാം. വാക്യം എന്ന് വെച്ചാൽ എന്താണ്? സെൻറ്റൻസ്, അത്രേ ഉള്ളൂ. പക്ഷേ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ശബ്ദോ ഓർ പദോ കെ സാർത്ഥക് സമൂഹക്കോ വാക്യ കഹത്തെ ഹേ. ശബ്ദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വേർഡ്സ്, വാക്കുകൾ. പിന്നെ പദ് എന്ന് വെച്ചാലും വേർഡ്സ് തന്നെയാണ്, വാക്കുകൾ തന്നെയാണ്. പക്ഷേ ശബ്ദും പദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശബ്ദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും വാക്കുകൾ, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് പദം എന്ന് വെച്ചാലുണ്ടെങ്കിലോ ഇതേ വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വരുന്ന സമയത്ത് അതിന് കുറച്ച് നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. പറഞ്ഞാൽ കുറച്ച് ഗ്രാമറും അങ്ങനെയൊക്കെ. അതിന് സെർട്ടൻ സ്ഥാനം തന്നെ വേണം, ഇന്ന സ്ഥാനത്ത് ഇന്ന വാക്ക് വേണം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മീനിങ് വേണം. അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആ വാക്കുകളെ നമ്മൾ പദ് എന്ന് പറയും. അപ്പോൾ ശബ്ദ് പദ് എന്നുള്ളതിൻ്റെ വ്യത്യാസം അതാണ്. ശബ്ദം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, നേരെ മറിച്ച് പദ് എന്ന് വെച്ചാൽ അതൊരു സെൻറ്റൻസിൽ വരുമ്പോൾ പദായി മാറും. ഇതൊക്കെ നമുക്ക് 9th ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ശബ്ദോ പദോ അതിൻ്റെ സാർത്ഥക് സമൂഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള, സാർത്ഥക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു സമൂഹം, ഒരു ഗ്രൂപ്പ് ഓഫ് മീനിങ് ഫുൾ ആയിട്ടുള്ള ശബ്ദ് അല്ലെങ്കിൽ പദ്, ഇതിനെയാണ് നമ്മൾ വാക്യം എന്ന് പറയുന്നത്. പക്ഷേ അത് വെറും കുറേ വാക്കുകൾ മാത്രമായാൽ മതിയോ? പോരാ. അതിന് നമുക്ക് കുറച്ച് നിയമങ്ങളായിരിക്കണം. അതെന്താണ്? അത് അതാത് സ്ഥാനത്ത് തന്നെ ആയിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വഹ ഏക് ഛോട്ടാ ബച്ചാ ഹേ എന്ന് പറയുന്നു നമ്മൾ. അപ്പോൾ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ബച്ചാ റോ റഹാ ഹേ. അപ്പോൾ ബച്ചാ റോ റഹാ ഹേ എന്ന് പറയുന്ന സമയത്ത് ബച്ചാ ഹേ റോ റഹ എന്നൊക്കെ നമ്മൾ പിന്നെ ഓർഡറൊക്കെ തെറ്റി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വാക്യാവോ? ഇല്ല. അപ്പോൾ അതിന് നമ്മൾ വാക്യെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അത് ആ കറക്റ്റ് ഓർഡറിലും വരണം എന്നൊക്കെയാണ് വാക്യത്തിൻ്റെ നിയമങ്ങൾ. പിന്നെ വാക്യമേ മുഖ്യത 2 അംഗ് ഹോത്തേ ഹേ. വാക്യത്തിൽ മെയിനായിട്ട് 2 പാർട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉദ്ദേശ്യ ഓർ വിധേയ. അപ്പോൾ വാക്യത്തിൻ്റെ 2 പാർട്ടുകളാണ് ഉദ്ദേശ്യ ഓർ വിധേയ. നമ്മൾ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് പറയുന്ന അതേ തന്നെയാണ് ഈ ഉദ്ദേശ്യവും വിധേയും. അപ്പോൾ ഉദ്ദേശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ്, ഒരു സെൻറ്റൻസിൻ്റെ മെയിനായിട്ട് എന്തിനെക്കുറിച്ച് നമ്മൾ പറയുന്നുവോ അതാണ് ഉദ്ദേശ്യം അഥവാ സബ്ജക്റ്റ്. ജിസ്കെ ബാരേമേ കോയി ബാത് കഹി ജാതി ഹേ. എന്തിനെ പറ്റിയിട്ടാണോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത്, പറഞ്ഞാൽ മെയിനായിട്ട് എന്തോ ഒരു സാധനമുണ്ട്, ഒരു സെൻറ്റൻസിൽ എന്തോ ഒരു സാധനമുണ്ട്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആ സെൻറ്റൻസിൽ ത്രൂ ഔട്ട് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഉദ്ദേശ് അഥവാ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ മീര കൊച്ചി മേ രഹത്തി ഹേ. അപ്പോൾ ആരാണ് കൊച്ചിയിൽ ഉള്ളത്? മീരയാണ് കൊച്ചിയിൽ താമസിക്കുന്നത്. അപ്പോൾ മീരയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അഥവാ ഉദ്ദേശ്യ മീരയാണ്. കൊച്ചി മേ രഹത്തി ഹേ ബാക്കി മുഴുവനും എന്തിൽ വരും? വിധേയ് അഥവാ പ്രെഡിക്കേറ്റിൽ വരും നമുക്ക്. സഫേദ് ഘോഡ തേജ് ദൗഡ്താ ഹേ. വെള്ള കുതിര വളരെ സ്പീഡിൽ ഓടുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്? ഘോഡ, കുതിരയെ പറ്റിയിട്ടാണ് പറയുന്നത്. സഫേദ് ഘോഡ അഥവാ ഘോഡ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഘോഡ എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ സബ്ജക്റ്റ് അഥവാ ഉദ്ദേശ്യ. അടുത്തത് വിധേയ് അഥവാ പ്രെഡിക്കേറ്റ്. ഉദ്ദേശ്യ കെ ലിയെ ജോ കുച്ച് കഹാ ജാതാ ഹേ വഹ വിധേയ് ഹേ. ഉദ്ദേശ്യ ഓൾറെഡി വന്നു, സബ്ജക്റ്റ് വന്നു. അപ്പോൾ ഉദ്ദേശ്യനെ പറ്റിയിട്ട് നമ്മൾ എന്താണോ പറയുന്നത്, പറഞ്ഞാൽ ഉദ്ദേശ്യം ഉണ്ട് അവിടെ, ആ ഉദ്ദേശ്യനെ പറ്റിയിട്ട് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഉദ്ദേശ്യനെ പറയുന്നത്. ഉദ്ദേശ്യക്കേലിയെ പറഞ്ഞാൽ ഉദ്ദേശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉദ്ദേശ്യത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഉദ്ദേശ്യനെ കുറിച്ചിട്ട് നമ്മൾ ജോ കുച്ച് ബി കഹാ ജാത്ത ഹെ എന്ത് പറയുന്നുവോ അത് മുഴുവനും വിധേയായിട്ട് വരും. വഹ വിധേയ് ഹെ, അത് വിധേയായിട്ട് വരും. ആ സെയിം എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്, എന്നാൽ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മീര കൊച്ചി മേ രഹത്തി ഹെ. മീര കൊച്ചിയിലാണ് താമസിക്കുന്നത്. അപ്പം മീര നമുക്ക് മെയിനായിട്ട് എന്താണ്? ഉദ്ദേശ് അഥവാ സബ്ജക്റ്റ് ആണ്. ബാക്കി കൊച്ചി മേ രഹത്തി ഹെ എന്നുള്ളതാണ് ഇവിടുത്തെ വിധേയ. അപ്പോൾ മെയിനായിട്ട് ഒരു ചെറിയ സെൻറ്റൻസ് ആണെങ്കിലും കൂടിയിട്ട് ഈ 2 പാർട്ട് അതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഉദ്ദേശ്, വിധേയ്, ഇത് 2 അടുത്തത് സഫേദ് ഘോഡ തേജ് ദൗഡ്താ ഹേ. വെള്ളക്കുതിര സ്പീഡിൽ ഓടുന്നു. അപ്പോൾ ഘോഡ എന്നുള്ളത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആണ്. ബാക്കി മുഴുവനും അത് കഴിഞ്ഞിട്ട് വരുന്നത് തേജ് ദൗഡ്താ ഹേ, സ്പീഡിൽ ഓടുന്നു എന്നുള്ളതാണ് വിധേയം. പറഞ്ഞാൽ ഘോഡ സബ്ജക്റ്റ്, അതിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നതാണ് അത് സ്പീഡിൽ ഓടുന്നു എന്നുള്ളത്. അപ്പോൾ ബാക്കി വിധേയെന്ന് വരും.
ഇനി ബാക്കിയുള്ള കുറച്ച് ഈ വേർഡ്സുകൾ അതെന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് സെൻറ്റൻസിൽ എന്നുള്ളത് പറഞ്ഞു തരാം. പറഞ്ഞാൽ അത് കൂടുതലൊന്നും ആവശ്യമില്ല, എന്നാലും വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ സഫേദ് ഘോഡ തേജ് ദൗഡ്താ ഹെ എന്നുള്ളത് തന്നെ എടുക്കാം. ഇപ്പോൾ അതിൽ ഘോഡ എന്നുള്ളത് സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് ക്ലിയർ ആയി, സബ്ജക്റ്റ് അഥവാ ഉദ്ദേശമാണ്. അടുത്തത് സഫേദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഘോഡ സബ്ജക്റ്റും ആണ്, അതെന്താണ്, അതൊരു നൗണാണ് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും അത് മോഡിഫൈ ആയിട്ട് ചെയ്യുന്ന വാക്കാണ് സഫേദ് എന്നുള്ളത്. എങ്ങനത്തെ ഘോഡയാണ്, എങ്ങനത്തെ കുതിരയാണ്, സഫേദ്, വെള്ളക്കുതിര. അപ്പം ഘോഡ എന്നുള്ളത് കർത്താവാണ് ഇവിടുത്തെ. അപ്പോൾ ആ കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് കർത്താവിശേഷൻ സഫേദ് എന്നുള്ളത്. അപ്പോൾ ഘോഡ എന്നുള്ളത് കർത്താവ് ഉദ്ദേശമാണ്, നമുക്കറിയാം. പിന്നെ അടുത്തത് തേജ് ദൗഡ്താ ഹെ എന്ന് പറയുന്ന സമയത്ത് ദൗഡന എന്ന് വെച്ചാൽ എന്താണ്, വെർബാണ് ഇവിടുത്തെ അല്ലെ, ക്രിയ, ആക്ഷൻ വേർഡ്സ്, എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അതിനെ വെർബ് അഥവാ ക്രിയ എന്ന് പറയും. അപ്പോൾ ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷൻ. അപ്പോൾ തേജ് ദൗഡ്താ ഹെ ഓടുന്നു. എങ്ങനെ ഓടുന്നു, തേജ്, സ്പീഡിൽ, വേഗത്തിൽ. അപ്പോൾ ക്രിയാവിശേഷൻ ആണ് തേജ് എന്നുള്ള വാക്കിവിടെ. അപ്പോൾ ഇതിലെ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒന്നല്ലെങ്കിലോ ഇതിലെല്ലാം ഉണ്ടാവും. കർത്താവും കർമ്മവും ക്രിയയും എല്ലാം ഉണ്ടാവും. നമുക്ക് എല്ലാം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചെറിയ ചെറിയ സെൻറ്റൻസ് ആണെങ്കിൽ ഏതെങ്കിലും 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഉദ്ദേശം വിധേയം തീർച്ചയായിട്ടും ഉണ്ടാവും. അടുത്തത് ബാലിക മീठी ഖീർ ഖാത്തി ഹെ. ബാലിക പെൺകുട്ടി മധുരമുള്ള പായസം കുടിക്കുന്നു. അപ്പോൾ ബാലിക എന്താണ്, സബ്ജക്റ്റാണ്. ഇതിൽ നമുക്ക് കർത്ത അഥവാ ഉദ്ദേശമാണ്. മീഠ എന്നുള്ളത് എന്താണ്, മധുരം ഉള്ളത്. ഖീർ പായസം, ഖാത്തിഹെ കുടിക്കുന്നു. അപ്പോൾ പായസം എന്നുള്ളത് എന്താണ്, പായസത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് മീഠ, മധുരം. ഖീർ കേസാ ഖീർ ഹെ, എങ്ങനത്തുള്ള പായസമാണ്, മീഠ, മധുരമുള്ളത്. അപ്പോൾ ഖീർ കർമ്മമാണ്. മീഠ എന്നുള്ളത് കർമ്മത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് കർമ്മവിശേഷൻ അഥവാ വിധേയ്. വിധേയ് എന്ന് പറഞ്ഞാൽ 3 വരുന്നുണ്ട് ഇതിൽ നമുക്ക്. മീഠ, കീർ, കാത്തീഹ എന്നുള്ള എല്ലാ വാക്കുകളും വിധേയിൽ വരും. കീർ എന്നുള്ളത് കർമ്മം, കാത്തീഹ എന്നുള്ളത് വെർബാണ്, ക്രിയയാണ്. അപ്പോൾ കാത്തീഹ. അപ്പോൾ ഞാൻ 2 സെൻറ്റൻസ് ഇവിടെ തരാൻ കാരണം എന്താ വെച്ചാൽ മോളിലുള്ളതിൽ നമുക്ക് കർമ്മില്ല, അതിൽ കർത്താവും ക്രിയയാണുള്ളത്. നേരെമറിച്ച് രണ്ടാമത്തത് ബാലിക മീഠ കീർ കാത്തീഹ എന്നുള്ളതിൽ നമുക്ക് ഇവിടെ ഉള്ളത് കർത്താവും കർമ്മവും ക്രിയയും എല്ലാം ഉണ്ട്. അതിനാണ് ഈ 2 സെൻറ്റൻസ് പറഞ്ഞു തന്നത്. ഇനി അടുത്തത് നമുക്ക് വാക്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് 2 തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് സെൻറ്റൻസിനെ. രചന കെ ആധാർ പർ, പിന്നെ അർത്ഥ കെ ആധാർ പർ. അർത്ഥ കെ ആധാർ പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അർത്ഥത്തിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. 8 തരത്തിലുള്ളതുണ്ട്. വിധാനവാചക്, നിഷേധവാചക്, സങ്കേതവാചക്, പ്രശ്നവാചക്, സന്ദേഹവാചക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതെങ്ങനെയാണ്, ആ അർത്ഥം എങ്ങനെ വരുന്നുവോ. ഇപ്പോൾ എക്സാമ്പിൾ പ്രശ്നവാചക്, അതൊരു ചോദ്യ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ക്വസ്റ്റ്യൻ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രശ്നവാചക് എന്ന് പറയും. സന്ദേഹവാചക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സന്ദേഹം, ഡൗട്ട്, അങ്ങനെ ഡൗട്ട് വരുന്ന വിധത്തിൽ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അതിന് സന്ദേഹവാചക് എന്ന് പറയും. നിഷേധാത്മക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നിഷേധിക്കുക, ഇല്ല എന്ന് പറയുന്ന വിധത്തിൽ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പിന്നെ സങ്കേതവാചക്, അങ്ങനെ അതിൻ്റെ അർത്ഥം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യും. എന്നാൽ രചന കെ ആധാർ പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, രചന എന്ന് വെച്ചാൽ രചിക്കുക, അതിൻ്റെ അർത്ഥം എന്താണ്, സൃഷ്ടിക്കുക, ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ആ സെൻറ്റൻസ് ഏത് വിധത്തിലാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ ഏതൊക്കെ തരത്തിലുള്ള വാക്കുകളാണോ യൂസ് ചെയ്തിരിക്കുന്നത്, അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണോ, അപ്പോൾ അതിനെയെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രചന കെ ആധാർ പർ എന്നുള്ളതിന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞാൽ നമുക്കിവിടെ അർത്ഥവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് ആ സെൻറ്റൻസിന് എന്ത് അർത്ഥവും ആവട്ടെ, അത് ചോദ്യമോ ഉത്തരമോ അല്ലെങ്കിൽ എക്സ്ക്ലമേഷനോ എന്തെങ്കിലും ആവട്ടെ, നമുക്കതൊന്നുമായിട്ട് ഇവിടെ സംബന്ധമില്ല. അപ്പോൾ രചന കെ ആധാർ पर സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. രചന കെ ആധാർ पर വാക്യ 3 പ്രകാർ കെ ഹോത്തെ ഹേ. അപ്പോൾ രചന ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു സെൻറ്റൻസ് 3 തരത്തിലുണ്ട് മെയിനായിട്ട്. സരൾ വാക്യ, സംയുക്ത വാക്യ, മിശ്രവാക്യ. അതിൻ്റെ ഇംഗ്ലീഷിൽ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സരൾ വാക്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സരൾ അഥവാ സാധാരൺ എന്നും പറയാം. അതിൻ്റെ പേര് പോലെ തന്നെയാണ് സിമ്പിൾ അഥവാ സരൾ. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കത് കേൾക്കുമ്പോൾ
കേൾക്കുമ്പോഴത്തേനൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളൊക്കെ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്ലിയർ ആവും. सरल वाक्य, जिस वाक्य में एक उद्देश्य तथा एक विधेय होता है. ഏത് വാക്യത്തിലാണോ സെൻറ്റൻസിലാണോ ഒരു ഉദ്ദേശവും ഒരു വിധേയവും ഉണ്ടാവും. അതിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശവും ഒരു വിധേയും, അതിൻ്റെ അർത്ഥം ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. അതില്ലാണ്ട് പിന്നെ സെൻറ്റൻസ് എന്ന് പറയാനേ പറ്റില്ലല്ലോ, നമുക്ക് വാക്യം ഉണ്ടാക്കാനേ പറ്റില്ലല്ലോ, വെറും വാക്കുകളല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ ഉസെ സരൾ വാക്യ कहलाता है. അങ്ങനെയുള്ളതിനെ സരൾ വാക്യം എന്ന് പറയും. ഏക ഹി മുഖ്യ ക്രിയ ഹോത്തി ഹെ. മുഖ്യ ക്രിയ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെർബ്. മെയിനായിട്ട് ഒരു വെർബേ അതിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, ഒരൊറ്റ ഒരു ക്രിയ ഉണ്ടാവുള്ളൂ. പറഞ്ഞാൽ അവൻ പഠിക്കണമെന്നോ ഓടുന്നോ ചാടുന്നോ എന്തെങ്കിലും. ഇസ്മേ ഏക് ഹി കർത്ത ഓർ ഏക് ഹി കർമ്മ ഹോത്തേ ഹേ. കർത്താവും ഒന്നേ ഉണ്ടാവുള്ളൂ, കർമ്മവും ഒന്നേ ഉണ്ടാവുള്ളൂ അതിൽ. ഇത് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പറഞ്ഞാൽ കർത്താവും കർമ്മവും ക്രിയയും എല്ലാം ഒരുമിച്ച് വേണമെന്ന് നിർബന്ധമില്ല അതിൽ. ഇസ്മേ കോയി ജോഡ് നഹി ഹോത്താ ഹെ. ഇതിൽ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ജോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സെൻറ്റൻസിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺജങ്ഷൻസ് ഉപയോഗിക്കില്ലേ, അങ്ങനത്തുള്ള വാക്കുകളൊന്നും ഇതിൽ ഉണ്ടാവില്ല. ജോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, യോജിപ്പിക്കുക, അങ്ങനെയുള്ള യാതൊരു വാക്കുകളും നമുക്കിതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലഡ്കെ മൈതാൻ മേ ഖേൽത്തെ ഹേ. ബോയ്സ് മൈതാനത്തിൽ കളിക്കുന്നു. അപ്പോൾ ഇതിൽ ലഡ്കെ എന്നുള്ളത് എന്താണ്, നമ്മളുടെ ഉദ്ദേശമാണ്, സബ്ജക്റ്റാണ്. ബാക്കിയുള്ള മൈതാൻ മേ ഖേൽത്തെ ഹേ എന്നുള്ളത് മുഴുവനും വിധേയ അഥവാ പ്രെഡിക്കേറ്റിൽ വരും. പിന്നെ ഖേൽത്തെ ഹേ, ഖേൽന എന്നുള്ളത് എന്താണ്, വെർബാണ് അഥവാ ക്രിയയാണ്. പിന്നെ വഹ അച്ച ബച്ച ഹേ, അവൻ നല്ല കുട്ടിയാണ്. അപ്പോൾ വഹ് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്, അച്ച ബച്ച ഹേ. അപ്പോൾ ഇതിലെന്താണ്, ഇതിൽ നമുക്ക് ക്രിയയും ഇല്ല. ഇതിൽ നമുക്കിതിൽ പ്രത്യേകിച്ച് ആക്ഷൻ വേർഡ്സ് ഒന്നുമില്ല, ഇതിൽ വെർബൊന്നുമില്ല അതിൽ. പിന്നെ മീര പതംഗ് ഉഡാ രഹി ഹേ, മീര പട്ടം പറപ്പിക്കുന്നു. അപ്പോൾ മീര എന്നുള്ളത് സബ്ജക്റ്റും ബാക്കിയുള്ളത് പ്രെഡിക്കേറ്റുമാണ്. അപ്പോൾ അതിൽ ഉഡാന എന്നുള്ളത് എന്താണ്, വെർബായിട്ട് വരും. ബാദൽ ഗരജ് രഹാ ഹേ, മേഘങ്ങൾ ശബ്ദിക്കുന്നു, ഗർജിക്കുന്നു അഥവാ. പിന്നെ ബച്ച ടോപ്പി പെഹൻകർ നാച്ച് രഹാ ഹേ, കുട്ടി ടോപ്പി ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ കുട്ടി, ബച്ച എന്നുള്ളത് എന്താണ് ഇവിടെ ഇതിൽ ഉദ്ദേശ അഥവാ സബ്ജക്റ്റായിട്ട് വരും. ബാക്കി ടോപ്പി പെഹൻകർ നാച്ച് രഹാ ഹേ എന്നുള്ളതെല്ലാം അവിടെ വിധേയായിട്ട് വരും. പിന്നെ നാച്ചന എന്നുള്ളത് വെർബായിട്ട് വരും. പിന്നെ ടോപ്പി എന്നുള്ളത് എന്താണ്, ഇവിടുത്തെ കർമ്മമായിട്ട് വരും. പിന്നെ അമൻ കിതാബ് ബൂൽക്കർ ചലാഗയ, അമൻ എന്നുള്ളത് സബ്ജക്റ്റ് അഥവാ ഉദ്ദേശ, കിതാബ് ബൂൽക്കർ ചലാഗയ ബാക്കിയുള്ളത് മുഴുവനും അതിൽ പ്രെഡിക്കേറ്റ് ആയിട്ട് വരും. അതിൽ പിന്നെ ബൂൽക്കർ എന്നുള്ളതല്ല, ചലാഗയ എന്നുള്ളത് ഇതിൽ വെർബായിട്ട് വരും. കിതാബ് എന്നുള്ളത് കർമ്മമായിട്ടും വരും ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇതിൽ കണക്ഷൻ, രണ്ട് സെൻറ്റൻസ് ജോയിൻ ചെയ്യുക അങ്ങനെയുള്ള യാതൊന്നും വരുന്നില്ല. നെക്സ്റ്റ് രണ്ടാമത്തേതാണ് സംയുക്ത വാക്യ. സംയുക്ത എന്ന് മലയാളത്തിലും പറയും നമ്മൾ സംയുക്ത. അതിൻ്റെ അർത്ഥം എന്താണ്, കമ്പൈൻഡ്, ജോയിൻഡ്. രണ്ടെണ്ണം ഒരുമിച്ച് കൂടുക, രണ്ട് സെൻറ്റൻസിനെ നമ്മൾ ജോയിൻ ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് ചില വാക്കുകൾ അവിടെ ആവശ്യമാണ് അല്ലേ. നമ്മൾ ഇംഗ്ലീഷിൽ കൺജങ്ഷൻസ് പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെയാണ് നമുക്ക് അങ്ങനെ ചില വേർഡ്സുകൾ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തുള്ള പിന്നെ സെൻറ്റൻസ് ആണ് സംയുക്ത വാക്യം. जहाँ दो या दो से अधिक साधारण वाक्य अथवा स्वतंत्र उपवाक्य को किसी समुच्चय, अव्यय या योजक शब्द से जोड़ा जाता है, उसे संयुक्त वाक्य कहता है. ഇവിടെ എന്താ പറയുന്നത്, ഒന്നുമില്ല, സിമ്പിളാണ്. രണ്ട് സരള വാക്കിനെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സംയുക്ത വാക്യം കിട്ടും. അപ്പോൾ ജഹാ ദോ യ ദോ സെ അധിക് സാധാരണ വാക്യം, എവിടെയാണോ നമ്മൾ രണ്ടോ അതിലധികമോ സാധാരണ വാക്കി എന്ന് പറയുന്നത് സരള വാക്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടോ അതിലധികമോ സരള വാക്യത്തിനെ അഥവാ സാധാരണ വാക്യത്തിനെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അപ്പം നമ്മൾ ഈ സാധാരണ വാക്കിനെ സരള വാക്യം എന്നും പറയും, സ്വതന്ത്ര ഉപവാക്യം എന്നും പറയും. ഉപവാക്യല്ല വാ കേട്ടോ, അത് ടൈപ്പിംഗ് എററാണ്. അപ്പോൾ സ്വതന്ത്ര ഉപവാക്യം എന്നും പറയും. അപ്പോൾ പറഞ്ഞാൽ ഇതെല്ലാ ടേംസ് യൂസ് ചെയ്യും, അതിനാണ് പറഞ്ഞു തരുന്നത്. को किसी समुच्चय അവ്യയ യോജക് ശബ്ദ. അപ്പോൾ രണ്ടോ രണ്ടിലധികമോ ഉപവാക്യത്തിനെ അല്ലെങ്കിൽ സരളവാക്യത്തിനെ അല്ലെങ്കിൽ സാധാരണ വാക്യത്തിനെ നമ്മൾ ഒരു സമുച്ചയം അല്ലെങ്കിൽ അവ്യയം അല്ലെങ്കിൽ യോജക് ശബ്ദ, യോജക് വേർഡ്, യോജിപ്പിക്കുക. യോജക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, യോജിപ്പിക്കുക. അങ്ങനത്തുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു അഥവാ യോജിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ സംയുക്ത വാക്യം എന്ന് പറയുന്നത്.
ഇപ്പോൾ സ്വതന്ത്ര ഉപവാക്യം എന്താ പറയുന്നത്, നമ്മൾ 2 വാക്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടിനെയും ഉപവാക്യം, ഒന്നിനെ ഇനിയൊന്നിൻ്റെ ഉപവാക്യം എന്ന് പറയും. അപ്പോൾ ആദ്യത്തിനെയും നമ്മൾ ഉപവാക്യം എന്ന് പറയും, രണ്ടാമത്തെ സെൻറ്റൻസിനെയും നമ്മൾ ഉപവാക്യം എന്ന് തന്നെ പറയും. രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ 2ഓ 2-ലധികമോ ആകാം. അപ്പോൾ അത് കൺഫ്യൂസ് ആവണ്ട. അപ്പോൾ 2 സരളവാക്യ അല്ലെങ്കിൽ 2 സാധാരണ വാക്യ അല്ലെങ്കിൽ സ്വതന്ത്ര ഉപവാക്യം, 2ഓ അതിലധികമോ കേട്ടോ. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ സരൾ പ്ലസ് സരൾ സംയുക്ത്, അപ്പോൾ 2 സരൾ വാക്യം ചേരുന്ന സമയത്ത് നമുക്കൊരു സംയുക്ത വാക്യം കിട്ടും എന്നർത്ഥം. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്, ഒരു യോജക് ശബ്ദ്. അതിനെ യോജക് ശബ്ദം എന്നും പറയാം, സമുച്ചയം എന്നും പറയാം, അല്ലെങ്കിൽ അവ്യയം എന്നും പറയാം, സമുച്ചയ ബോധക് ശബ്ദം എന്നും പറയാം. അപ്പോൾ അത് വെച്ച് നമ്മൾ യോജിപ്പിക്കണം. അപ്പോൾ എങ്ങനത്തെയാണ് എക്സാമ്പിൾ, तथा और या वा किंतु परंतु इसलिए पर एवं क्योंकि यद्यपि ആദി മീൻസ് എക്സെട്ര കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇനി അടുത്തത് സമുച്ചയബോധക് ശബ്ദ്. അപ്പോൾ സമുച്ചയബോധക് ശബ്ദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ വാക്കുകളെ തന്നെയാണ് സമുച്ചയബോധക് ശബ്ദം എന്ന് പറയുന്നത്, നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. പക്ഷെ അത് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഇതിൽ. കൈ ശബ്ദോं को या वाक्यों को जोड़ने के लिए इस्तेमाल करने वाला शब्द समुच्चय बोधक अव्यय कहलाता है. ശബ്ദ അല്ലെങ്കിൽ അവ്യയം എന്ത് വേണോ പറയാം കേട്ടോ. അപ്പോൾ കൈ ശബ്ദോं को, കുറേ വാക്കുകളെ, അല്ലാന്നുണ്ടെങ്കിൽ സെൻറ്റൻസിനെ, ശബ്ദോं को या वाक्यों को, വാക്കുകളെ അല്ലെങ്കിൽ സെൻറ്റൻസിനെ ജോഡനെ കെ ലിയെ, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇസ്തമാൽ കർണേ വാല, യൂസ് ചെയ്യുന്ന ശബ്ദ, വാക്കുകൾ, വേർഡ്സുകളെ നമ്മൾ സമുച്ചയബോധക് അവ്യയ് അല്ലെങ്കിൽ ശബ്ദ കേട്ടോ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറും സെൻറ്റൻസിനെ ജോയിൻ ചെയ്യാൻ മാത്രമല്ല വാക്കുകളെ ജോയിൻ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിവിടെ ഇത് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ 3 പേരുകളാണ്, മീന, ടീന, കിരൺ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പിന്നെ വരണതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഓർന്ന് ചേർക്കും അല്ലേ, അൻഡെന്നും അതുപോലെ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ മീന, ടീന, ഓർ കിരൺ. അപ്പോൾ സെൻറ്റൻസിൽ മാത്രമല്ല ഇങ്ങനെയും യൂസ് ചെയ്യും എന്ന് പറഞ്ഞു തന്നാണ്. ഇനി നമ്മൾക്ക് സംയുക്ത വാക്യ ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം, അപ്പോൾ അതിനുള്ള കുറച്ച് ഹിൻസ് ആണ് ഇനി കൊടുക്കുന്നത്. ദോ യാ അധിക് മുഖ്യ സ്വതന്ത്ര ഉപവാക്യ ഹോത്തേ ഹേ. അപ്പോൾ സംയുക്ത വാക്യം ആണെന്നുണ്ടെങ്കിൽ അതിൽ 2ഓ അതിലധികമോ മുഖ്യമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള, പറഞ്ഞാൽ ഒന്ന് ഇനിയൊന്നിനോട് ഡിപ്പെൻഡ് അല്ലാത്ത ഉപവാക്യങ്ങൾ ഉണ്ടാവും. ഉപവാക്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2ഓ 3ഓ വാക്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇനിയൊന്നിൻ്റെ ഉപവാക്യം കൂടെ ഉള്ളതാണ് എന്നർത്ഥം. അതിനാണ് ഉപവാക്യം എന്ന് പറയുന്നത്. പക്ഷെ ആ ഉപവാക്യങ്ങൾ എന്തായിരിക്കും, സ്വതന്ത്രമായിരിക്കും. അത് ഇനിയൊന്നിനോട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കില്ല. പറഞ്ഞാൽ ഒന്നുണ്ടെങ്കിലേ ഇനിയൊന്നിന് അർത്ഥമുള്ളൂ, ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിലേ മറ്റൊന്നിന് അർത്ഥമുള്ളൂ എന്നൊന്നുമില്ല. അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആ സെൻറ്റൻസ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ 2 സെൻറ്റൻസ് ഉണ്ട് സംയുക്ത വാക്കിൽ, അതിന് നമ്മൾ കണക്റ്റർ കൊണ്ട് അതിനെ കൺജങ്ഷൻ കൊണ്ട് ജോയിൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ ജോയിൻ ചെയ്താലും അതിൻ്റെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആ സെൻറ്റൻസിനെ എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം ഉണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും അത് സ്വതന്ത്രമായിട്ട് എക്സിസ്റ്റിംഗ് ആണ് ആ ഉപവാക്യങ്ങൾ, അതിന് അർത്ഥമുണ്ട്, മീനിങ് ഫുൾ ആണ്. ഈ ദോനോ വാക്യ സ്വതന്ത്ര രഹത്തെ ഹെ. 2 ഉണ്ട് എന്ന് വിചാരിക്കുക, അപ്പോൾ അത് 2ഉം സ്വതന്ത്രമാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ആശ്രിത് നഹി, അത് ഡിപ്പെൻഡൻ്റ് അല്ല, ഒന്നിൻ്റെ മേലെ ഇനിയൊന്ന് ആശ്രിതമായിട്ട് അല്ല. നെക്സ്റ്റ്, ദോനോ വാക്യ സമാനാധികരൺ സംബന്ധ ഹേ. 2 വാക്യങ്ങൾ ഉണ്ടെങ്കിൽ ആ 2 വാക്യങ്ങളും സമാനമായിട്ടുള്ള അധികാരമാണ് അതിനുള്ളത്, സമാനമായിട്ടുള്ള അധികാരമാണ് അഥവാ സംബന്ധമാണ് അതിനുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്, 2 വാക്യം ഉണ്ടെങ്കിൽ ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഒന്നിന് കുറവ് ഇമ്പോർട്ടൻസ് എന്നൊന്നുമില്ല, 2നും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഉള്ളത്, സമാനമായിട്ടുള്ള അധികാരമാണ് ഇവിടെ ഉള്ളത്. അർത്ഥാത്ത് ദോനോ വാക്യ സമാൻ ഹോത്തേ ഹേ. അതിൻ്റെ അർത്ഥം എന്താണ്, 2 വാക്യങ്ങളും സമാനമാണ്, ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ്. അടുത്തത് ഉപവാക്യ ഹേ പർ പൂർണ്ണ ഹേ. നമ്മൾ ഉപവാക്യം എന്ന് പറയുന്നുണ്ട്, പറഞ്ഞാൽ ഒരു വാക്യത്തിനോട് കൂടി ഉള്ളതായതുകൊണ്ട്. പക്ഷെ എന്നാലും എന്താണ്, അത് പൂർണ്ണമാണ്, അത് കംപ്ലീറ്റ് ആണ്. ആ ഉപവാക്യം ഒന്ന് മാത്രം വായിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിൽ മീനിങ് ഫുൾ ആണെന്ന് മനസ്സിലാക്കാം.
मुख्य उपवाक्य अपने पूर्ण अर्थ को व्यक्त करने के लिए किसी दूसरे उपवाक्य पर आश्रित नहीं होते. മുഖ്യ ഉപവാക്യം, ഒരു ഉപവാക്യം മുഖ്യമായിട്ടുള്ളത്, അത് ആദ്യത്തെ ആയാലും രണ്ടാമത്തേതായാലും കുഴപ്പമില്ല, അതിൻ്റെ അർത്ഥം സ്പഷ്ടമാക്കി തരാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കിസി ദൂസരെ ഉപവാക്യ പർ, അതിൻ്റെ കൂടെയുള്ള മറ്റുള്ള ഉപവാക്യത്തിനോട് ആശ്രിത് നഹി രഹത്തെ, ഡിപ്പെൻഡൻ്റ് അല്ല. അതിൻ്റെ അർത്ഥം ഒന്നുമില്ല. ഒരു സെൻറ്റൻസിൽ രണ്ട് വാക്യങ്ങളുണ്ടെങ്കിൽ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒന്നിൻ്റെ മേലെ ഡിപ്പെൻഡൻ്റ് അല്ല. അതായത് രണ്ടും കംപ്ലീറ്റ് ആണ്, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് കംപ്ലീറ്റ് ആണെന്ന് അർത്ഥം. ഇനി എക്സാമ്പിൾസ് നോക്കിയാൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ആദ്യം വഹ് ദുക്കാൻ ഗയ ഓർ സാമാൻ ഖരീദ. അപ്പം ഇതിൽ അവൻ കടയിലേക്ക് പോയി, പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പം നമ്മളതിനെ ഓർ എന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വഹ് ദുക്കാൻ ഗയ ഒരു വാക്കാണ്, സമാൻ ഖരീദ ഇനിയൊരു വാക്കല്ല, സെൻറ്റൻസ്, ഇനിയൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ വഹ് ദുക്കാൻ ഗയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു ഉപവാക്യമാണ്. സമാൻ ഖരീദ അതും ഒരു ഉപവാക്യമാണ്. പക്ഷേ എന്താണ്, അതിന് രണ്ടിനും അർത്ഥമുണ്ട്. അത് ഒറ്റയ്ക്ക് നമ്മൾ പറയുകയാണെങ്കിലും ബാക്കിയൊന്നുമില്ല. ഇതിൽ വഹ് ദുക്കാൻ ഗയ എന്ന് പറഞ്ഞാൽ അവൻ ഷോപ്പ് പോയി, അത് അർത്ഥമുള്ളതാണ്, അത് മീനിങ് ഫുൾ ആണല്ലേ. അതാണ് പറയുന്നത്, അത് സ്വതന്ത്രവുമാണ്, പൂർണ്ണമാണ്, കംപ്ലീറ്റുമാണ്, അത് അർത്ഥമുണ്ട്. അടുത്തത് സാമാൻ ഖരീദ, സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് വെച്ചാലും എന്താണ്, അത് സ്വതന്ത്രമാണ്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്, കംപ്ലീറ്റുമാണ്. അപ്പോൾ നെക്സ്റ്റ് വഹ് സ്കൂൾ ജായക യാ ഘൂമനെ ജായക, അവന് സ്കൂളിൽ പോകുമോ അതോ കറങ്ങാൻ പോകുമോ. ഇപ്പം നമ്മൾ യാ എന്നുള്ളതാണ് നമുക്കിവിടെ യോജക് ശബ്ദം വരുന്നത്. യാ വെച്ചിട്ട് നമ്മളതിനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവന് സ്കൂളിൽ പോകുമോ അതോ കറങ്ങാൻ പോകുമോ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് എടുത്ത് നോക്കിയാൽ വഹ് സ്കൂൾ ജായക, അവന് സ്കൂളിൽ പോകും. ഘൂമനെ ജായക, കറങ്ങാൻ പോകും. അപ്പോൾ എന്താണ്, രണ്ടും അതിൻ്റേതായുള്ള രീതിയിൽ അത് സ്വതന്ത്രവുമാണ്, പൂർണ്ണമാണ്, കംപ്ലീറ്റും ആണ്. പറഞ്ഞാൽ നമുക്കിപ്പോൾ വഹ് സ്കൂൾ ജായക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഒന്നും തോന്നില്ല. ശരിയാണ്, അവന് സ്കൂളിൽ പോകും, ഇത്രേ ഉള്ളൂ. അടുത്തത് മേ ദുക്കാൻ ഗയി ഓർ സാമാൻ ലേക്കർ ആ ഗയി. ഞാൻ കടയിലേക്ക് പോയി, സാമാൻ ലേക്കർ ആയി, സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം മേ ദുക്കാൻ ഗയി, ഞാൻ കടയിലേക്ക് പോയി, അത് പൂർണ്ണമാണ്. അടുത്തത് സാമാൻ ലേക്കറായി, സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു, അതും പൂർണ്ണമാണ്. നമ്മളിപ്പോൾ ഇത് പറഞ്ഞാലേ അത് പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞാലേ ഇത് പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ ഈ യോജക് ശബ്ദം യൂസ് ചെയ്തിരിക്കുന്നത് നോക്കുക എങ്ങനെയാണെന്ന്. കൽ സോമവാർ ഹെ, നാളെ മൺഡേ ആണ്, കിന്തു മാർക്കറ്റ് ബന്ദ് ഹോഗ. നാളെ മൺഡേ ആണ്, പക്ഷേ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കും. അപ്പം നമ്മൾ ആ കിന്തു എന്ന് യൂസ് ചെയ്യാണ്ട് രണ്ട് സെൻറ്റൻസ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കൽ സോമവാർ ഹെ, നാളെ മൺഡേ ആണ്. മാർക്കറ്റ് ബന്ദ് ഹോഗ, മാർക്കറ്റ് ബന്ധായിരിക്കും. അപ്പോൾ രണ്ടും അവിടെയും കംപ്ലീറ്റ് ആണ്. അമർക്കോ ബുക്കാർ ഹെ ഇസ്ലിയെ വഹ് ആജ് സ്കൂൾ നഹി ഗയ. അമറിന് ഫീവറാണ്, അതുകൊണ്ട് അവൻ ഇന്ന് സ്കൂളിൽ പോയില്ല. അപ്പോൾ അമർക്കോ ബുക്കാർ ഹെ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. വഹ് ആജ് സ്കൂൾ നഹി ഗയ, അവൻ ഇന്ന് സ്കൂളിൽ പോയില്ല. അപ്പോൾ അതിന് നമുക്ക് വേറെ വാക്യമൊന്നും വേണ്ട, വേറെ വാക്യമൊന്നും അതിനോട് ആവശ്യമില്ല, അത് കംപ്ലീറ്റ് ആണ്. മോഹിത് സ്റ്റേഷൻ സമയ പർ പहुंचा ലേക്കിൻ ഗാഡി ചലി ഗയി. മോഹിത് സ്റ്റേഷനിൽ സമയത്തിനെത്തി, എന്നാലും വണ്ടി പോയി. അപ്പോൾ മോഹിത് സ്റ്റേഷൻ സമയ പർ पहुंचा, സമയത്തിനെത്തി, അപ്പോൾ അത് കംപ്ലീറ്റ് ആണ്. ഗാഡി ചലി ഗയി, വണ്ടി പോയി, അപ്പോൾ അതും കംപ്ലീറ്റ് ആണ്. കിരൺ ബഹുത് തേജ് ദൗഡ ഫിർ ബി ബസ് നഹി മില. കിരൺ വളരെ സ്പീഡിൽ ഓടി എന്നിട്ടും ബസ് കിട്ടിയില്ല. അപ്പോൾ കിരൺ ബഹുത് തേജ് ദൗഡ, കിരൺ വളരെ സ്പീഡിൽ ഓടി, അപ്പോൾ അത് കംപ്ലീറ്റ് ആണ്. ബസ് നഹി മില, ബസ് കിട്ടിയില്ല, അപ്പം അതും കംപ്ലീറ്റ് ആണ്. നമുക്കതിന് യാതൊന്നും ഇനി നമുക്കതിന് വേറെ വാക്കുകളൊന്നും അതിൻ്റെ കൂടെ ഒന്നും ആവശ്യമില്ല. ഇത് വെറും ഈ സെൻറ്റൻസ് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഒരു പൂർണ്ണ സെൻറ്റൻസ് ആയിട്ട് തന്നെ തോന്നും. വഹ് മെഹനത്ത് കർത്താ ഹെ പർ ഫൽ നഹി മിൽ റഹാ ഹെ. അവൻ ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ അതിൻ്റെ ഫലം കിട്ടുന്നില്ല, അതിൻ്റെ ഫലം കിട്ടുന്നില്ല. അപ്പോൾ വഹ് മെഹനത്ത് കർത്താ ഹെ, അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ആണ്. ഫൽ നഹി മിൽ റഹാ ഹെ, അതിൻ്റെ ഫലം കിട്ടുന്നില്ല, അപ്പോൾ അതും കംപ്ലീറ്റ് ആണ്. ഇനി അടുത്തത് മൂന്നാമത്തേതാണ് മിശ്രവാക്യ. ഇസ്മേ ഏക് മുഖ്യ പ്രധാന ഉപവാക്യ ഹോത്താ ഹെ ഓർ അന്യ ഉപവാക്യ ഉസ്മേ ആശ്രിത് രഹത്താ ഹെ. നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചത് എന്താണ്, സംയുക്ത വാക്യയിൽ രണ്ട് സെൻറ്റൻസ് ഉണ്ടാവും, പക്ഷെ അത് രണ്ടിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ട്, അത് ഒന്ന് ഇനിയൊന്നിൻ്റെ മേലെ ഡിപ്പെൻഡ് അല്ല. പക്ഷേ ഇതിൽ നേരെ തിരിച്ചാണ്. ഏക് മുഖ്യ പ്രധാന ഉപവാക്യ ഹോത്താ ഹെ, ഒരു മെയിനായിട്ടുള്ള ഉപവാക്യം ഉണ്ടാവും. ഓർ അന്യ ഉപവാക്യ ഉസ്മേ ആശ്രിത് രഹത്താ ഹെ, പിന്നെ ഉള്ള വാക്യം പറഞ്ഞാൽ ഇതിലും രണ്ടോ രണ്ടിലധികമോ സെൻറ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു മെയിനായിട്ടുള്ളത് ഉണ്ടാവും, പിന്നെ വേറെ ഉള്ള സെൻറ്റൻസ് എന്താണ്, ഈ മെയിനായിട്ടുള്ളതിൽ ഡിപ്പെൻഡ് ആയിരിക്കും. പറഞ്ഞാൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എക്സിസ്റ്റിംഗ്.
അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഒരു മുഖ്യമായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഉപവാക്യം ഉണ്ടാവും, വേറെ ഉപവാക്യം ഇതിൽ ആശ്രിത रहता है, അതിൽ ആശ്രിതമായിട്ട് ഉണ്ടായിരിക്കും, അതിൽ ഡിപ്പെൻഡായിട്ട്. ഇസ്മേ വ്യാധികरण जैसे जब तब जैसे तैसे जहाँ वहाँ की जो ആദി से जुड़े हुए रहते हैं. അപ്പോൾ ഇതിൽ നമ്മൾ മറ്റേതിൽ യോജക് ശബ്ദ യൂസ് ചെയ്ത പോലെ ഇതിൽ വ്യാധികരൺ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കുറച്ച് ശബ്ദങ്ങൾ, ഇതിൽ വാക്കുകൾ യൂസ് ചെയ്യും. അതൊക്കെയാണ് ജബ് തബ്, എവിടെയോ, എപ്പോൾ, അപ്പോൾ എന്ന് പറയാം. ജൈസെ വൈസെ, എങ്ങനെയാണോ അങ്ങനെ. ജഹാ വഹാ, ഈ ജഹാ വഹായിൽ മുകളിൽ ആക്ച്വലി ചന്ദ്രബിന്ദു വരണം കേട്ടോ, അത് ടൈപ്പിംഗ് എററാണ്. കീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്നാൽ, ക്യൂം കീ, കീ എന്ന് ഇഷ്ടം പോലെ വരും നമുക്ക് സെൻറ്റൻസുകളിൽ. ജോ അത്, ആദി സേ ജുഡെ ഹുവേ രത്തെ എക്സെട്ര. ആദി എന്ന് വെച്ചാൽ ഇവിടെ എക്സെട്ര ആണ് കേട്ടോ, അത് വ്യാധികരൻ വേർഡല്ല. അങ്ങനെ ഉള്ള ഇതുപോലുള്ള വേർഡ്സുകൾ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യും സെൻറ്റൻസിനെ. അങ്ങനെയാണ് മിശ്രവാക്യത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു മിശ്രവാക്യം ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ഹിൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇസ്മേ പെഹല വാക്യ അപൂർണ്ണ രഹത്താ ഹെ, ഇതിൽ ആദ്യത്തെ വാക്യം അപൂർണമായിരിക്കും. നേരെ മറിച്ച് സംയുക്തത്തിൽ എങ്ങനെയാണ് പഠിച്ചത് നമ്മൾ? പൂർണ്ണ എന്ന് പറഞ്ഞു. അല്ലേ, രണ്ട് വാക്യങ്ങളുണ്ടെങ്കിൽ രണ്ടും പൂർണ്ണ സ്വതന്ത്ര എന്ന് പഠിച്ചു. നേരെ മറിച്ച് ഇതങ്ങനെയല്ല, ആദ്യത്തെ വാക്യം അതിൽ അപൂർണമായിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. യാനി ദൂസരേ വാക്യ പർ ആശ്രിത് രഹത്താ ഹെ, അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ വാക്യത്തിൽ ഡീപ്പെൻഡൻ്റ് ആയിരിക്കും. അത് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മൾക്കതൊരു കംപ്ലീറ്റ് ആയിട്ട് തോന്നില്ല, നമുക്കതൊരു ഒരു കുറച്ചിൽ തോന്നും, നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞ് വരുന്ന അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സെൻറ്റൻസും കൂടി ആയാലേ അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആവുള്ളൂ. ഇനിയൊരു നിയമം എന്താ വെച്ചാൽ ദൂസര വാക്യ പൂർണ്ണ രഹത്താ ഹെ. രണ്ടാമത്തെ വാക്യം ഇതിൽ ആദ്യത്തെയാണ് അപൂർണ്ണ, പക്ഷേ രണ്ടാമത്തത് വരുന്നത് ഇതിലെന്താണ്? അത് പൂർണ്ണവാക്യമാവും. രണ്ടാമത്തത് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ആദ്യത്തെ നമുക്ക് പറ്റില്ല, രണ്ടാമത്തതിൽ ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ജബ് ഹവ ചലനെ ലഗി തോ കപ്പടെ ഉടുകയെ, എപ്പോൾ കാറ്റ് വീശാൻ തുടങ്ങിയോ അപ്പോൾ കപ്പടെ ഉടുകയെ. തോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ ആയതുകൊണ്ട് എന്നും അർത്ഥം വരും. തുണികളെല്ലാം പറന്നുപോയി. അപ്പോൾ ജബ് ഹവ ചലനെ ലഗി തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? തോ എന്താണ് എന്ന് നമുക്ക് തന്നെ വരുന്നുണ്ട് അല്ലേ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ. കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ, അപ്പോൾ എന്തായി എന്ന് നമുക്ക് ഓൾറെഡി നമ്മളുടെ ക്വസ്റ്റ്യൻ വരും മനസ്സിൽ. ജബ് ഹവ ചലനെ ലഗി തോ ക്യാ ഹുവ എന്ന് നമ്മൾ ചോദിച്ചു പോകും. കപ്പടെ ഉടുക, തുണികൾ പറന്നുപോയി. അപ്പോൾ ആദ്യത്തെ ജബ് ഹവ ചലനെ ലഗി തോ എന്നുള്ളത് ഇൻകംപ്ലീറ്റ് ആണ്, അപൂർണ്ണാണ്. കപ്പടെ ഉടുകയെ, തുണികൾ പറന്നുപോയി എന്നുള്ളത് എന്താണ്? അത് പൂർണ്ണാണ്, അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. അതിന് നമ്മൾ ജബ് ഹവ ചലനെ ലഗി തോ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ. കപ്പടെ ഉടുകയെ, തുണികൾ പറന്നുപോയി വെച്ചാൽ പൂർണ്ണാണ്. ജബ് മീര ആയി തോ ചായ് ബനായി, എപ്പോൾ മീര വന്നുവോ അപ്പോൾ ചായ ഉണ്ടാക്കി. തോന്നും പറയാം, തബെന്നും പറയാം കേട്ടോ. തബ് ചായ് ബനായി എന്നും പറയാം. അപ്പോൾ ചായ ഉണ്ടാക്കി. അപ്പോൾ മീര വന്നപ്പോൾ ചായ ഉണ്ടാക്കി. വന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തോ ഉണ്ടവിടെ, പിന്നെ എന്ത് സംഭവിച്ചു, പിന്നെ എന്തായി, ബാക്കി എന്തായി എന്ന് ഉണ്ടവിടെ. ചായ്ബനായി പറഞ്ഞാൽ ചായ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അത് പൂർണ്ണമാണ്, ആദ്യത്തെ അപൂർണ്ണ. ജैसे ही माँ आई बच्चे चुप गए, അമ്മ വന്നതോടുകൂടി, ജैसे ही माँ आई, അമ്മ വന്നതോടുകൂടി ബच्चे चुप गए, കുട്ടികൾ ഒളിഞ്ഞു. അപ്പോൾ ബच्चे चुप गए എന്നുള്ളത് എന്താണ്? കുട്ടികൾ ഒളിഞ്ഞു, അത് പൂർണ്ണമാണ്. ജैसे ही माँ आई, അമ്മ വന്നതോടുകൂടി എന്ന് പറയുമ്പോൾ അതിനെന്താണ്? പിന്നെ എന്തോ അവിടെ പിന്നെയും കൂട്ടി, അതിലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഉസ് ഛാത്ര കോ ബുലാവോ ജിസെ 100 അങ്ക് മിലാ ഹെ, ആ സ്റ്റുഡൻറ്റിനെ വിളിക്കൂ ആർക്കാണോ 100 മാർക്ക് കിട്ടിയത്. അപ്പോൾ ഉസ് ഛാത്ര കോ ബുലാവോ ജിസെ, ആ ഛാത്ര സ്റ്റുഡൻറ്റിനെ വിളിക്കൂ, ജിസെ ആർക്കാണോ, അപ്പോൾ ബാക്കിയുണ്ട് 100 അങ്ക് മിലാ ഹെ. 100 അങ്ക് മിലാ ഹെ എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 100 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം വരും. പറഞ്ഞ സെൻറ്റൻസിൻ്റെ അർത്ഥമേ മാറും. 100 അങ്ക് മിലാ ഹെ, പക്ഷെ എന്നാലും അതിന് നമുക്ക് അർത്ഥമുണ്ട്, ഇവിടെ പൂർണ്ണമാണ്. അധ്യാപക കഹനാ ഹെ കി ഹമേ ബഹുത് പഠനാ ചയ്യേ, അധ്യാപകൻ പറയുന്നതാണ് എന്തെന്നാൽ, കി എന്ന് വെച്ചാൽ എന്തെന്നാൽ. അപ്പോൾ അവിടെ ബാക്കി എന്തോ ഉണ്ട്, ഇനി കാരണം എന്തൊക്കെയോ പറയാനുണ്ട് അതിൻ്റെ അർത്ഥം. ഹമേ ബഹുത് പഠനാ ചയ്യേ, നമ്മൾക്ക് ഒരുപാട് പഠിക്കണം. അപ്പോൾ ഹമേ ബഹുത് പഠനാ ചയ്യേ എന്നുള്ളത് പൂർണ്ണമാണ്. അധ്യാപക കഹനാ ഹെക്കി എന്ന് പറയുന്നത് അപൂർണ്ണമാണ്. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് ഉണ്ടെങ്കിലേ ഇത് പൂർണ്ണമാകുള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ, അതായത് ഡയറി കാ ഏക് പന്നയുടെ ഭാഷാ അധ്യയനം ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിട്ടുണ്ട് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നീളം കൂടും.